Hello all, welcome to my channel RJ Tech. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇനി എന്താണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ കണ്ടന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, സ്പീഡ് വേഴ്സസ് വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് റീടാർഡേഷൻ, ന്യൂട്ടൺസ് ലോസ്, മൊമെന്റം ആൻഡ് ലാസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കുറച്ച് തിയറി ടോപ്പിക്സ് ആണ് കൂടുതൽ നമ്മൾ ഇന്ന് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയറി എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വിത്തൗട്ട് നോ ഡിലേ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്പ്ലേസ്മെന്റ്. When a body is in motion from one place to another, the displacement is the distance from starting position to final position. ഒരു വസ്തുവിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ദൂരത്തിന്റെ വ്യത്യാസത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ബോഡി അറ്റ് റെസ്റ്റ്, ബോഡി അറ്റ് മോഷൻ ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തത്. ഏതൊരു ബോഡി അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനും സറൗണ്ടിങ്സിനനുസൃതമായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ തുടക്കം തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് എപ്പോഴും നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. ബോഡി ഓഫ് മോഷൻ എന്ന് പറയുന്നത് സറൗണ്ടിങ്സിന് അനുപാതികമായിട്ട് ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബോഡി അറ്റ് മോഷൻ അല്ലെങ്കിൽ ബോഡി അറ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ബോഡി മൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പറയുന്ന മൂവ്മെന്റ്സ്, ഫസ്റ്റ് വൺ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ലീനിയർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. സർക്കുലർ ആണെങ്കിൽ ഒരു കർവ്ഡ് പാത്ത് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന മൊത്തത്തിലുള്ള നീളത്തിനെയാണ്, ആ ലെങ്ത് പാത്തിന്റെ മൊത്തത്തിലുള്ള നീളത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് ഡൗട്ട് വരും, എന്താണ് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഇവിടെ രണ്ട് കാർസ് കാണിച്ചിട്ടുണ്ട്. ഒരു ബ്ലൂ കാറും ഒരു ബ്രൗൺ കാറുമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബ്ലൂ കാർ എയും ബിയും ആണ്. എ ടു എഫ് ആണ് രണ്ട് പൊസിഷൻസ്. എ സ്റ്റാർട്ടിങ്ങും എഫ് ഫൈനൽ പൊസിഷനും. അപ്പൊ ഈ ബ്ലൂ കാർ എഫിൽ എത്താൻ വേണ്ടിയിട്ട് ആദ്യം എ നിന്ന് ബിയിലേക്കും പിന്നെ സി ടു ഡി, ഇ ടു ഇ, ദെൻ ഇ ടു എഫ്, അങ്ങനെയാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ മൊത്തത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതൊക്കെ കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഈ ബ്ലൂ കാറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ A2 കാർ എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എഫിലേക്ക് എത്തി, ഈ ബ്രൗൺ കാർ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്, ഇതാണ് ഫൈനൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടിംഗ് നിന്ന് ഫൈനലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താൻ എടുക്കാൻ എന്ന വ്യത്യാസം, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രൗൺ കാർ സഞ്ചരിച്ചതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ ബ്ലൂ കാറിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൂരം, മൊത്തത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കാണ് സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കുറവാണെന്നൊക്കെ. അപ്പൊ എന്താണ് സ്പീഡ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ മോഷൻ. ഇറ്റ് ഹാസ് ഗോട്ട് നോ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതായത് ഇത്ര സ്പീഡിലാണെങ്കിൽ എത്ര സമയത്തിനനുസരിച്ച് എത്ര വ്യത്യാസത്തിലാണ് ആ ഡിസ്പ്ലേസ്മെന്റ് ആ ബോഡിയിൽ നടക്കുന്നത് എന്നുള്ളതിന്റെ ആ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പീഡ് കാണുന്നത് പറയുന്നത് ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല സ്പീഡിന്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്, പിന്നെ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആണ്, അല്ലെങ്കിൽ മൈൽ പെർ അവർ ആണ്. ഇത് മൂന്നുമാണ് ഡിസ്റ്റൻസിന്റെ സ്പീഡിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഇക്വേഷൻ പഠിക്കാൻ എളുപ്പത്തിനാണ് ട്രയാങ്കിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ട്രയാങ്കിൾ മെത്തേഡിൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം എഴുതുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്നുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അത് സ്പീഡ് ആണെങ്കിൽ നമുക്ക് ടൈം ആണെങ്കിൽ എന്ത് വരും? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പഠിച്ചു വെച്ചാൽ ഈ മൂന്നാമത്തെ ഇക്വേഷനും കാണാൻ പറ്റും. സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വെലോസിറ്റി ആണ്. വെലോസിറ്റിയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. It is the rate of change of displacement of a body in motion in a given direction. അതായത് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് വരുന്നത്. ഡയറക്ഷന്റെ കേസ് പറയുമ്പോഴാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക. ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഒരു ഡയറക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്.
സ്പീഡ് സ്കേലാർ ആണെങ്കിൽ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതായത് ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും അർത്ഥം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ആവാം അല്ലെങ്കിൽ ആംഗുലർ ആവാം. ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി കാണാൻ ഇക്വേഷൻ v is equal to d by t ആണ്. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, d മീൻസ് ഡിസ്റ്റൻസ് ആൻഡ് t മീൻസ് ടൈം ടേക്കൺ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഈ ഫിഗർ നോക്കിയാൽ വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള വ്യത്യാസം കാണാം. നമ്മൾ പറഞ്ഞ പോലെ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അപ്പോൾ ഡയറക്ഷനും ഉണ്ടാവും. സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഫിഗർ നോക്കിയാൽ കാണാം, ഒരു കാർ ഉണ്ട്, അത് 25 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നത്, നോർത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വെലോസിറ്റി. ഒരു കാർ ഉണ്ട് 25 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതാണ് അതിൻ്റെ സ്പീഡ്. ഓക്കെ, ദിശ അടക്കം പറയുകയാണെങ്കിൽ അത് വെലോസിറ്റി, ദിശയില്ലാതെ സ്പീഡിൻ്റെ ആ ഒരു ലിമിറ്റ് മാത്രം പറയുകയാണെങ്കിൽ അത് സ്പീഡ്. ഓക്കെ, ഇനി അടുത്തത് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. വെലോസിറ്റിയിൽ സമയത്തിനനുസരിച്ച് വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ വെലോസിറ്റി പറഞ്ഞു. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പീഡിൽ സമയത്തിനനുസരിച്ച് വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയിൽ സമയത്തിനനുസരിച്ച് വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി എങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഇക്വേഷൻ A is equal to v minus u by t. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്, u എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി, t എന്ന് പറഞ്ഞാൽ ടൈം ടേക്ക്. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ. രണ്ട് വെലോസിറ്റികൾ ഉണ്ടാവും ഏതൊരു വസ്തുവിനും. തുടങ്ങുമ്പോൾ ഒരു വെലോസിറ്റിയും അവസാനിക്കുമ്പോൾ ഒരു വെലോസിറ്റി ആയിരിക്കും. അതാണ് വിയും യു ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ ആക്സിലറേഷൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഡീക്സിലറേഷൻ അല്ലെങ്കിൽ റീറ്റാർഡേഷൻ എന്നാണ് പറയുക. അതായത് നേരത്തെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലും ഫൈനൽ വെലോസിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ള കേസാണ് സാധാരണ ഉണ്ടാവുന്നത്. ഇവിടുത്തെ കേസ് നേരെ തിരിച്ചാണ്. വെൻ ദ ഫൈനൽ വെലോസിറ്റി ഈസ് ലെസ്സർ ദാൻ ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി കുറവും ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ റീറ്റാർഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്സിലറേഷൻ ഡീസിലറേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. അത് ഇവിടെയും സെയിം ആണ്, ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. പക്ഷേ ഉത്തരം പറയുമ്പോൾ നമ്മൾ നെഗറ്റീവിലാണ് പറയുന്നതെങ്കിൽ അത് ഡീക്സിലറേഷൻ അല്ലെങ്കിൽ റീറ്റാർഡേഷൻ ആയിരിക്കും. ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഡീക്സിലറേഷൻ ആണ്. ഓക്കെ, ഒരു കാറ് നിൽക്കാൻ പോവുകയാണ്, കാർ വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ നിൽക്കുന്നു, അതൊരു റീറ്റാർഡേഷൻ ആണ്. സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്, വെലോസിറ്റി കുറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി അതിന് കുറവായിരിക്കും. തുടക്കത്തിൽ നല്ല വെലോസിറ്റി ഉണ്ടായിരുന്ന വലിയൊരു സ്പീഡിൽ വന്നിരുന്ന കാറ് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. സെക്കൻഡ് പോയിന്റ്, വെലോസിറ്റി കീപ്പ് ഇൻക്രീസിങ്. വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അതാണ് ആക്സിലറേഷൻ. സ്പീഡ് കൂട്ടി കൊടുക്കുന്നതിനാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക, ആക്സിലറേറ്റർ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. സ്പീഡ് കൂടുക അല്ലെങ്കിൽ വെലോസിറ്റി കൂടുക. ഓക്കെ, ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സ്റ്റാർട്ട് ഡിക്രീസിങ്, വെലോസിറ്റി കുറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു ലെസ് ദാൻ വി, ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. നേരെ തിരിച്ചാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീസലറേഷൻ അല്ലെങ്കിൽ റീറ്റാർഡേഷൻ. ഓക്കെ, അടുത്തത് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത്. v is equal to u plus at, s is equal to ut plus half at square, then third one v square minus u square equal to 2as. vയും uവും aയും tയും s ഒക്കെ എന്താണെന്നാണ് നമുക്കിനി അറിയേണ്ടത്. v means final velocity, u means initial velocity, and a means acceleration, t means time, and s means displacement. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് കുറേ പ്രോബ്ലംസ് ചെയ്യാനായിട്ടുള്ളത്. ഒരു സ്റ്റോണിൻ്റെ ത്രോ ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ ഒരു കാറിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, ട്രെയിനിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് നോക്കുന്നത്. an object at rest will remain at rest unless acted on by an unbalanced force. ഒരു പുറത്തുനിന്നുള്ളൊരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യാതെ ഒരു വസ്തു ആ റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. An object in motion will continue with constant speed and direction unless acted on by an unbalanced force. ആ മൂവ് ചെയ്യുന്ന വസ്തുവിനെ പിടിച്ചു നിർത്താതെ
അതെന്ത് ചെയ്യും? അത് കോൺസ്റ്റന്റ് സ്പീഡിലും ഡയറക്ഷനിലും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതിന്റെ മാസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആയിരിക്കുന്നതാണ് രണ്ടാം ചലന നിയമം പറയുന്നത്. സെക്കൻഡ് ലോ എന്ന് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ് F is equal to ma അല്ലെങ്കിൽ m into a, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ഫോഴ്സ്, മാസ്, ആക്സിലറേഷൻ. സോ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസ് കാണണമെങ്കിൽ ഫോഴ്സ് ബൈ ആക്സിലറേഷൻ, ആക്സിലറേഷൻ കാണണമെങ്കിൽ ഫോഴ്സ് ബൈ മാസ്. ഓരോന്നിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മാസ് കിലോഗ്രാം ആണ്, ന്യൂട്ടൺ കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അടുത്തത് തേർഡ് ലോ ആണ്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു വസ്തുവിനും ഒരുപോലെയുള്ളതും പ്രതിരൂപമായ ഒരു പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ് മൂന്നാം ചലന നിയമം പറയണത്. ഒരു സ്പ്രിങ് നമ്മൾ താഴത്തേക്ക് അമർത്തുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ദിശയിലുള്ള അതിൻ്റെ റിയാക്ഷനെയാണ് നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം എന്താണെന്നാണ് പറയുന്നത്. മൊമെന്റം ഈസ് എ ക്വാണ്ടിറ്റി ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിന്റെ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക. അതാണ് ചെയ്തിരിക്കുന്നത്. സോ പി ഇസ് ഈക്വൽ ടു എം വി അല്ലെങ്കിൽ എം ഇൻറ്റു വി. മാസ് എം ആണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നാണ് പറയുന്നത്? ടോട്ടൽ മൊമെന്റം ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഒരു രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് മുൻപുള്ള അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് അത് രണ്ടിൻ്റെയും കൂടി കൂട്ടുന്നതിന്റെ ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്, കൊളീഷൻ ചെയ്തതിന് ശേഷമുള്ളത്. ഇപ്പോൾ രണ്ട് പന്തുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ മാസ് m1, ഒരെണ്ണത്തിന്റെ മാസ് m1, ഒരെണ്ണത്തിന്റെ m2. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റീസ് u1 ഉം u2 ആണ്. അപ്പോൾ അതിന്റെ മൊമെന്റം ബിഫോർ കൊളീഷൻ, അത് കൂട്ടിമുട്ടുന്നതിന് മുൻപുള്ള അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂട്ടുക. m1 u1 പ്ലസ് m2 u2 ആണെങ്കിൽ അത് കൂട്ടുമുട്ടിയതിന് ശേഷമുള്ള അതിന്റെ വെലോസിറ്റി നമ്മൾ v1 ആക്കി എടുത്തിട്ടുണ്ട്. v1 v2, മാസ് മാറില്ല, വെലോസിറ്റി മാത്രമേ മാറുള്ളൂ. അപ്പോൾ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്തായിരിക്കും? m1 v1 പ്ലസ് m2 v2 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷനും ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷനും ചെയ്തു കഴിയുമ്പോൾ എപ്പോഴും സെയിം ആണെന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ തിയറി ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തിയറി ടോപ്പിക്സ് നല്ലോണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.